ജോലിയിലും വീട്ടിലും ദിവസേന ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവും ഉന്മേഷമില്ലായ്മയും അനുഭവപ്പെടാറുണ്ട്. ചെറിയ ചെറിയ സന്തോഷങ്ങളായ ഫോൺ സ്ക്രോളിംഗ്, സ്നാക്കിംഗ്, ബിഞ്ച് വാച്ചിങ് എന്നിവ നിങ്ങളുടെ ശ്രദ്ധ സ്ഥിരമായി തെറ്റിക്കാറുണ്ടോ? എങ്കിൽ അത് ഡോപ്പമിൻ ഓവർലോഡിൻ്റെ ലക്ഷണമാണ്. ഒരു സിമ്പിൾ റീസെറ്റ് ഇതിനെ പൂർണ്ണമായും മാറ്റാൻ നമ്മളെ സഹായിക്കും. എന്താണ് ഡോപ്പമിൻ? ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് ഉത്സാഹം, പ്രതിഫലം, സന്തോഷം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഇത് സ്വാഭാവികമായി വളരെ നല്ലതാണ്. പക്ഷേ ആധുനിക ജീവിത സൗകര്യങ്ങൾ അതിനെ അതിരുകടന്നു. സോഷ്യൽ മീഡിയ, ജങ്ക് ഫുഡ്, ഗെയിമുകൾ, മൾട്ടി ടാസ്കിംഗ് എന്നിവ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായി ഡോപ്പമിൻ്റെ സംവേദനക്ഷമത കുറയുന്നു. ഒരേ ലെവലിലുള്ള സന്തോഷം അനുഭവിക്കാനായി കൂടുതൽ ഉത്തേജനം ആവശ്യമായി വരുന്നു. ഡോപ്പമിൻ നിയന്ത്രണം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ഡോപ്പമിൻ്റെ സ്ഥിരമായ ഉത്തേജനം ശ്രദ്ധയും ആഴവുമുള്ള സന്തോഷം കുറയ്ക്കുന്നു. നമ്മെ തൽക്ഷമ സംതൃപ്തിക്ക് അടിമയാക്കുന്നു. ഡോപ്പമിൻ നിയന്ത്രണം നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം റീസെറ്റ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധയും പ്രവർത്തന തൽപരതയും ഉന്മേഷവും ദീർഘകാല സന്തോഷവും പ്രദാനം ചെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് ഡോപ്പമിൻ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുക? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പുകളിലൂടെ ഇത് പ്രാവർത്തികമാക്കാവുന്നതാണ്. 1. ഉയർന്ന ഡോപ്പമിൻ പ്രവർത്തികൾ തിരിച്ചറിയുക. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ആകാം, ജങ്ക് ഫുഡ് കഴിക്കുന്നതിനുള്ള ആഗ്രഹമാകാം, വീഡിയോ ഗെയിം കളിക്കാനുള്ള താല്പര്യമാകാം. നിങ്ങളുടെ ഡോപ്പമിൻ ഉയർത്തുന്ന ആക്ടിവിറ്റി ഏതാണോ അത് ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. 2. നിയന്ത്രണ ദൈർഘ്യം തിരഞ്ഞെടുക്കുക. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറിലോ തുടങ്ങി ആഴ്ചയുടെ അവസാനത്തുള്ള 2 ദിവസം പൂർണ്ണമായും ഈ ഡോപ്പമിൻ ഹൈ ആയിട്ടുള്ള ആക്ടിവിറ്റികളെ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമേ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ നമ്മൾ നമ്മുടെ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു ഡ്യൂറേഷൻ തിരഞ്ഞെടുക്കുക. ആ ഡ്യൂറേഷൻ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 3. ഡോപ്പമിൻ ഉത്തേജനം കുറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ഡോപ്പമിൻ ഉത്തേജനം കുറഞ്ഞ പ്രവൃത്തികളാണ് പുസ്തകം വായിക്കുക, ഡയറി എഴുതുക, നടക്കുക, ധ്യാനിക്കുക, ചിത്രം വരയ്ക്കുക, പൂന്തോട്ടങ്ങൾ ഒരുക്കുക, പാചകം ചെയ്യുക എന്നിവയെല്ലാം. ഇവ നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ റീസെറ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. 4. നമുക്ക് ഒരു നിയന്ത്രണ പരിസ്ഥിതി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ചില ആപ്ലിക്കേഷൻസ് നമ്മളെ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ 3. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയും അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ നമ്മളൊരു നിയന്ത്രണ പരിസ്ഥിതിയിലാണ് എന്ന് അവരോട് പറയുക, അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ നിയന്ത്രണത്തിനുള്ള ഒരു പ്രാക്ടീസിലാണെന്ന് അവരോട് പറയുക. ഇതിൻ്റെ കാരണം പലപ്പോഴും അവർ നമ്മളിൽ നിന്നൊരു മെസ്സേജ് തിരിച്ചു കിട്ടാതെയോ നമ്മുടെ ഫോൺ ആൻസർ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2. നമ്മൾ കൂട്ടുകാരോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ ഇത് പബ്ലിക്കായിട്ട് പറയുന്നതിലൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനുള്ള ഒരു സഹായം കൂടി നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. 5. നമ്മൾ നേടിയ നേട്ടങ്ങളെ അളക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു 3 മണിക്കൂറോ ഒരു 6 മണിക്കൂറോ ഒരാഴ്ചയായിട്ട് 2 ദിവസമോ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി നിയന്ത്രണം നേടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നടത്തി നോക്കുക. അവ ഒരു ചെറിയ ഡയറിയിൽ എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ അനുഭവം നമ്മൾ
നേടുന്ന അനുഭവവും നമുക്കുണ്ടായ ഗുണങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നിയന്ത്രണത്തിൻ്റെ ദൈർഘ്യം കുറച്ചായിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതുമാണ്. ഡോപ്പമിൻ നിയന്ത്രണത്തിന് ഒത്തിരി ദീർഘകാല ഗുണങ്ങളുണ്ട്. 4 പ്രധാനമായ ഗുണങ്ങൾ ഇതൊക്കെയാണ്. 1, നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു. 2, നമ്മുടെ മനോഭാവ നിയന്ത്രണം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ വളരെ ഇംപ്രൂവ്ഡ് ആകുന്നു. 3, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ അർത്ഥമുള്ളവയാകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ തലച്ചോർ ഒരു ശക്തമായ അവയവമാണ്. അതിനെ സ്ഥിരമായ ഉത്തേജനങ്ങളുടെ അടിമയാക്കാൻ അനുവദിക്കരുത്. ഡോപ്പമിൻ നിയന്ത്രണം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോപ്പമിൻ നിയന്ത്രണത്തിലൂടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.